ഹായ് ഫ്രണ്ട്സ്, കേരള PSC 360 ഓൺലൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ സെഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ സെഷൻ പെർസെൻറ്റേജിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെർസെൻറ്റേജിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മേഖലയായിട്ടുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു 2-3 പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് പെർസെൻറ്റേജ് ഇൻക്രീസ് അത് എത്ര ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത്, എത്ര ശതമാനമാണ് കുറഞ്ഞിരിക്കുന്നത്, ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് മനസ്സിലാക്കി പഠിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ 20 എന്ന് പറയുന്ന ഒരു നമ്പർ 30 ഇൻക്രീസ് ആയി എന്ന് വിചാരിക്കുക. ഇനി അതേപോലെ തന്നെ 30 എന്ന് പറയുന്ന ഒരു നമ്പർ 20 കുറഞ്ഞു എന്നും വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ ഇവിടെ മൂല്യമാണ് നോക്കുന്നതെങ്കിൽ കൂടിയതിന്റെ വാല്യൂവും കുറഞ്ഞതിന്റെ വാല്യൂവും എപ്പോഴും എന്താണ് വരിക, സെയിം ആണ് വരിക അല്ലെ. കൂടിയത് 10 ആണ്, കുറഞ്ഞതും എന്ത് തന്നെയാണ്, അതേ 10 തന്നെയാണ് വരിക അല്ലെ. ഓക്കെ, പക്ഷെ നമുക്കിവിടെ എന്താ കണക്കാക്കേണ്ടതെന്ന് വെച്ചാൽ എത്ര ശതമാനം കൂടി അല്ലെങ്കിൽ എത്ര ശതമാനം കുറഞ്ഞു എന്നാണ് കണക്കാക്കേണ്ടത് അല്ലെ. ഓക്കെ, അതായത് ഇവിടെ 10 ഇൻക്രീസ് ആയിരിക്കുന്നത്, ഇവിടെ 10 ഡിക്രീസ് ആയിരിക്കുന്നത്. നമുക്ക് കണക്കാക്കേണ്ട എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് കണക്കാക്കേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ ഇൻക്രീസ് പെർസെൻറ്റേജ് എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഫോർമുല ബേസ്ഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഏതൊക്കെ പോർഷൻസ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ ഇൻക്രീസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, പെർസെൻറ്റേജ് എന്ന് പറയുന്ന മറ്റൊരു പോർഷനും ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇൻക്രീസ് ആവുന്ന പോർഷൻ അതായത് വർദ്ധിച്ചത് എത്രയാണ്, 10 എന്ന പോർഷൻ ആണ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, വർദ്ധിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ എന്തിൽ നിന്നാണ് 10 വർദ്ധിച്ചത് എന്ന് നോക്കുക. എന്തിൽ നിന്നാണ് 10 വർദ്ധിച്ചിരിക്കുന്നത്, 20 നിന്നാണ് 10 എന്ത് ചെയ്തിരിക്കുന്നത്, വർദ്ധിച്ചിരിക്കുന്നത് അല്ലെ. ശ്രദ്ധിക്കുക, നമ്മൾ ഇൻക്രീസ് ചെയ്ത പോർഷൻ അത് ഇൻക്രീസ് ആയത് 10 ആണ്, അതായത് വർദ്ധിച്ചത് 10 ആണ്. ഏത് ബേസിൽ നിന്നാണ് 10 ഇൻക്രീസ് ആയത് വെച്ചാൽ 20 എന്ന് പറയുന്ന ബേസിൽ നിന്നാണ് 10 ഇൻക്രീസ് ആയിരിക്കുന്നത്. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യണം, പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു ഫ്രാക്ഷനെയും പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 100 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി അല്ലെ. ഓക്കെ, അപ്പൊ 20 100 5 തവണ 5 × 10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക, 50% വരിക. അതായത് 20 30 ആയി എന്ന് പറഞ്ഞാൽ 50% ആ വാല്യൂ അല്ലെങ്കിൽ 20 എന്ന് പറയുന്ന വാല്യൂ 50% വർദ്ധിച്ചിട്ടാണ് എന്തിലോട്ട് എത്തിയിരിക്കുന്നത്, 30ലോട്ട് എത്തിയിരിക്കുന്നത് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഈ ഒരു എക്സാമ്പിളും നമ്മൾ നോക്കുക കേട്ടോ. 30 എന്ന് പറയുന്നത് 20 ആയിരിക്കുന്നത് അല്ലെ. ഇതിനെന്താ നമ്മൾ കണ്ടുപിടിക്കുക, പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡിക്രീസ് ആയതിന്റെ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് എത്ര പറയാൻ പറ്റും, 10 എന്തായിരിക്കുന്നത്, ഡിക്രീസ് ആയിരിക്കുന്നത് അല്ലെ. ഇനി ഏത് ബേസിൽ നിന്നാണ് 10 ഡിക്രീസ് ആയിരിക്കുന്നത് നോക്കുക. ഏത് ബേസിൽ നിന്നാണ് 10 ഡിക്രീസ് ആയിരിക്കുന്നത്, 30 എന്ന് പറയുന്ന ബേസിൽ നിന്നാണ് എന്തായിരിക്കുന്നത്, 10 ഡിക്രീസ് ആയിരിക്കുന്നത്. ഇനി നമ്മൾ അതിനെ എന്തിനോട്ട് മാറ്റണം, പെർസെൻറ്റേജിലോട്ട് മാറ്റണം. ഏതൊരു ഫ്രാക്ഷനെയും അല്ല ഏതൊരു ഭിന്നസംഖ്യയും നമുക്ക് പെർസെൻറ്റേജിലോട്ട് എങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. അപ്പൊ നമ്മൾ 10/30 × 100 ആണ്. നെഗറ്റീവ് ജസ്റ്റ് നമ്മൾ ഡിക്രീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിയാൻ വേണ്ടി നെഗറ്റീവ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ 0 0 ക്യാൻസൽ ആയി പോകും. 10 × 10 എന്ന് പറഞ്ഞാൽ എത്ര വരിക, 100/3 പെർസെൻറ്റേജ് ആണ് വരിക. അപ്പൊ 100/3 പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 3 33 തവണ 99 1 അല്ലെ. അപ്പൊ നമുക്ക് 100/3 എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഇവിടെ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്റ്റ് ആയിട്ട് എഴുതുക. അതായത് 33 1/3% വരിക. അതായത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക, 20 30 ഇൻക്രീസ് ആവുന്നതെങ്കിൽ 50% കൂടി എന്നാണ് നമുക്ക് പറയാൻ പറ്റുക.
പക്ഷെ 30-20 ആണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് പറയരുത്, 50% കുറഞ്ഞത് എന്ന് പറയരുത്. 33 എന്തിരിക്കുന്നത്, കുറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് കുറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ രണ്ട് കേസിലും നമ്മൾ എടുക്കുന്ന ബേസുകൾ എന്താണ് വരിക, വ്യത്യസ്തമായിട്ടുള്ള ബേസ് ആണ് വരിക. ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ഡിക്രീസ് എന്നതിൻ്റെ ഒരു 3 ടൈപ്പിലുള്ള പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ അപ്പൊ ഇവിടെ പറയുന്നത് എയുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ 20% കൂടുതലാണ് എങ്കിൽ ബിയുടെ വരുമാനം എയേക്കാൾ എത്ര കുറവാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുക, എയുടെ വരുമാനം എന്ന് പറയുന്നത് ബിയുടെ വരുമാനത്തെക്കാൾ 20% കൂടുതൽ അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് എങ്ങനെ അസ്യൂം ചെയ്യുന്ന വെച്ചാൽ, ഇപ്പൊ ബിയുടെ വരുമാനം 100 ആണെങ്കിൽ എക്ക് നമുക്ക് എത്ര വരുമാനം പറയാൻ പറ്റും, 20% അല്ലേ കൂടുതൽ. അപ്പൊ ബിക്ക് 100 ആണെങ്കിൽ എക്ക് എത്ര വരിക, 20% കൂടുതൽ പറഞ്ഞാൽ 120 ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ. ഓക്കെ അപ്പൊ 120 100 എന്ന് പറയുമ്പോൾ അതിനെ ചെറുതാക്കുമ്പോ എങ്ങനെയാണ് വരിക, 12 10 വരും. വീണ്ടും ചെറുതാക്കുമ്പോൾ എത്ര വരിക, 6 5 ആണ് വരിക അല്ലെ. അപ്പൊ ഇതാണ് എയുടെയും ബിയുടെയും വരുമാനങ്ങൾ തമ്മിലുള്ള അംശബന്ധം. ആ എയുടെ വരുമാനം 6 ആണെങ്കിൽ ബിയുടെ വരുമാനം 5 ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് പറയുന്നത്, എങ്കിൽ ബിയുടെ വരുമാനം എയേക്കാൾ എത്ര കുറവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബിയുടെ വരുമാനമായിട്ടുള്ള 5 എയുടെ വരുമാനമായിട്ടുള്ള 6നേക്കാൾ എത്ര കുറവ്, 1 കുറവ്. ഓക്കെ നമ്മൾ എന്താ ചോദിക്കുന്നത്, എങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തെക്കാൾ എത്ര ശതമാനം കുറവ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തെക്കാൾ എത്ര ശതമാനം കുറവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് കണക്കാക്കേണ്ടത്, പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് കണക്കാക്കുന്നത് അല്ലെ. അപ്പൊ പെർസെൻറ്റേജ് ഡിക്രീസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിക്രീസ് ആവുന്ന ഭാഗം എത്രയാണ്, 1 കുറവ് അല്ലെ. ബിയുടെ വരുമാനം എയേക്കാൾ 1 കുറവ്. ഏതിൽ നിന്നാണ് 1 കുറയുന്നത്, 6 എന്ന് പറയുന്ന എയുടെ വരുമാനത്തിൽ നിന്നാണ് 1 കുറഞ്ഞിട്ട് ബിയുടെ വരുമാനത്തിലോട്ട് എത്തുന്നത് അല്ലെ. ഓക്കെ അപ്പൊ എന്തിൽ നിന്നാണ് 1 കുറയുന്നത് എന്ന് ചോദിച്ചാൽ 6ൽ നിന്നാണ് 1 കുറയുന്നത്. ഇനി നമ്മൾ അതിനെ എന്തിലോട്ടാണ് മാറ്റേണ്ടത്, പെർസെൻറ്റേജിലോട്ടാണ് മാറ്റേണ്ടത് അല്ലെ. അപ്പൊ ഏതൊരു ഫ്രാക്ഷനെയും പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ 1/6 × 100 എന്ന് പറയുമ്പോൾ എത്ര വരിക, 100/6. അത് ചെറുതാക്കുമ്പോൾ എത്ര വരിക, 50/3% ആണ് വരിക. അപ്പൊ 50/3%നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കുക. 50/3% പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ 50നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 48 2 ആണ്. അതായത് 50/3%നെ നമുക്ക് എങ്ങനെയും കൂടെ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്റ്റ് ആയിട്ട് എഴുതുക. അതായത് 16 2/3% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് പോകാം കേട്ടോ. ഇവിടെ പറയുന്നത് ബിയുടെ വരുമാനം എയുടെ വരുമാനത്തെക്കാൾ 33 1/3% കുറവ് എന്നാണ് പറയുന്നത്. എങ്കിൽ എയുടെ വരുമാനം ബിയേക്കാൾ എത്ര ശതമാനം കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് എഴുതി നോക്കാം കേട്ടോ. എയും ബിയും തമ്മിലുള്ള വരുമാനത്തിന്റെ അംശബന്ധം നമുക്ക് എത്ര വരുന്നത് നോക്കാം. നമ്മൾ ഈ പെർസെൻറ്റേജിന്റെ ഫസ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 33 1/3% വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കണക്കാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ മതി. 33 1/3% വാല്യൂ എത്ര വരിക, 1/3 ആണ് വരിക അല്ലെ. ഇത് എന്താണ്, ഇതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പൊ 33 1/3% വാല്യൂ 1/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, 3ന്റെ 33 1/3% എന്ത് വരിക, 1 വരിക അല്ലെ. അപ്പൊ നമുക്ക് ബിയുടെ വരുമാനം എയുടെ വരുമാനത്തെക്കാൾ 33 1/3% കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇപ്പൊ എയുടെ വരുമാനം 3 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ബിയുടെ വരുമാനം എത്രയേ ഉള്ളൂ, എക്ക് എത്രയുണ്ടോ അതിനേക്കാൾ 33 1/3% കുറവായിരിക്കും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എയുടെ വരുമാനം 3 ആണെങ്കിൽ ബിയുടെ വരുമാനം എങ്ങനെ വരിക,
എക്ക് 3 നമ്മൾ വരുമാനം എടുത്തിരിക്കുന്നതെങ്കിൽ ബിയുടെ വരുമാനം എങ്ങനെ വരിക? എയുടെ വരുമാനത്തെക്കാൾ 33 കുറവ് വരുന്നത് അല്ലെ. അപ്പൊ എയുടെ വരുമാനം 3 ആണെങ്കിൽ അതിന്റെ 33 എത്ര വരിക? 1 വരിക അല്ലെ. അതായത് 3 എയുടെ വരുമാനമെങ്കിൽ ബിയുടെ വരുമാനം എന്ന് പറയുന്നത് എയേക്കാൾ 1 കുറവായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബിയുടെ വരുമാനം എത്ര വരിക? 2 ബിയുടെ വരുമാനം വരിക. ഓക്കെ, ഇനി നമ്മൾ സാധാ പോലെ തന്നെ ചെയ്യുക. എങ്കിൽ എയുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ എത്ര ശതമാനം കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതായത് എയുടെ വരുമാനമായിട്ടുള്ള 3 ബിയുടെ വരുമാനമായിട്ടുള്ള 2 എത്ര കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കൂടുതൽ വരുന്നത്? 1 കൂടുതൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കണക്കാക്കേണ്ടത്? പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് കണക്കാക്കേണ്ടത്. അപ്പൊ പെർസെൻറ്റേജ് ഇൻക്രീസ് പറയുമ്പോൾ ഇൻക്രീസ് ആയ പോർഷൻ എത്ര വരിക? 1 വരിക. അതായത് ഇനി എയുടെ വരുമാനം ബിയേക്കാൾ എത്ര ശതമാനം കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതായത് ബിയുടെ ബേസ് ആയിട്ടുള്ള 2 നിന്നുമാണ് എന്ത് ഇൻക്രീസ് ആവുന്നത്? 1 ഇൻക്രീസ് ആയിട്ട് 3 എത്തുന്നത് അല്ലെ. അപ്പോൾ ബേസ് 1 ഇൻക്രീസ് ആവുന്ന ബേസ് എന്ന് പറയുന്നത് 2 നിന്നാണ് 1 ഇൻക്രീസ് ആവുന്നത്. ഇനി അതിനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുന്നത്? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 100 × 100 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 50% ഉത്തരം വരിക. ഓക്കെ, നമുക്കിപ്പോ അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. ഇവിടെ പറയുന്നത് എയുടെ വരുമാനം ആദ്യം 20% കൂടി പിന്നീട് 30% കുറഞ്ഞു എങ്കിൽ എയുടെ വരുമാനം എത്ര ശതമാനമാണ് കൂടിയത് അല്ലെങ്കിൽ കുറഞ്ഞത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഒരു പ്രോബ്ലത്തിൽ ഒന്നിൽ കൂടുതൽ ശതമാനങ്ങൾ തുടർച്ചയായിട്ടാണ് വരുന്നത് എങ്കിൽ ആ പ്രോബ്ലം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ തുടക്കത്തിൽ ഉള്ള വാല്യൂവും അവസാനം ഉള്ള വാല്യൂവിന്റെയും അംശബന്ധം കണക്കാക്കിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതായത് തുടക്കത്തിൽ ഉള്ള വാല്യൂ, അതായത് ഇനീഷ്യൽ വാല്യൂ, അതേപോലെ തന്നെ അവസാനമുള്ള വാല്യൂ, ഫൈനൽ വാല്യൂവിന്റെ റേഷ്യോ കണക്കാക്കിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ പറയുന്ന ആദ്യം എത്രയാണ്? 20% വർദ്ധിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ 20% വർദ്ധിച്ചു പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 100 ആണെങ്കിൽ 120 വരിക. ചെറുതാക്കുമ്പോൾ എത്ര വരിക? 5 ആണെങ്കിൽ എത്ര വരിക? 6 വരിക അല്ലെ. ഇനി അടുത്ത എത്ര പറയുന്നത്? പിന്നീട് 30% കുറയുന്നത് അല്ലെ. അപ്പൊ 30% കുറയുന്നത് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണക്കാക്കേണ്ടത്? 100 ആണെങ്കിൽ എത്ര വരിക? 70 വരിക അല്ലെ. 100 ആണെങ്കിൽ എത്രയാണ് വരിക? 70 വരിക. അതിനെ ചെറുതാക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 10 ആണെങ്കിൽ എത്ര വരിക? 7 വരിക അല്ലെ. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? 20% വർദ്ധിച്ചു പറഞ്ഞാൽ 100 120, ചെറുതാക്കുമ്പോൾ 5:6 വരിക. 30% കുറഞ്ഞു പറയുമ്പോൾ 100 70, ചെറുതാക്കുമ്പോൾ 10:7 വരിക. ഓക്കെ, ഇനി തുടക്കത്തിൽ ഉള്ള മൂല്യം എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ 5 × 10 50 വരിക. അവസാനം ഉള്ള വാല്യൂ നമുക്ക് എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ 6 × 7 എത്ര വരിക? 42 വരിക അല്ലെ. ഓക്കെ, അതിനെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും കൺവേർട്ട് ചെയ്യാം. അതായത് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എയുടെ തുടക്കത്തിൽ ഉള്ള വരുമാനം 50 ആണെങ്കിൽ 20% വർദ്ധിക്കുകയും പിന്നീട് 30% കുറയുകയും ചെയ്താൽ അദ്ദേഹത്തിന്റെ വരുമാനം എത്രയാവും എന്നാണ് പറയുന്നത്? 42 ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ വരുമാനം കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. കുറവാണ് സംഭവിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എത്ര ശതമാനം കുറഞ്ഞു എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതായത് 50 എന്നുള്ളത് എത്രയായിട്ട് കുറഞ്ഞു? 42 ആയിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ 50 42 പറഞ്ഞാൽ എത്രയാണ് കുറഞ്ഞിട്ടുണ്ടാവുക? 8 കുറഞ്ഞിട്ടുണ്ടാവുക. പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് നമുക്ക് കണക്കാക്കേണ്ടത്. പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആയ ഭാഗം എത്രയാണ്? 8 വരിക. ഡിവൈഡഡ് ബൈ എന്തിൽ നിന്നാണ്? അതായത് 50 നിന്നും 8 കുറഞ്ഞിട്ടാണ് 42 എത്തിയിരിക്കുന്നത്. അപ്പൊ എന്തിൽ നിന്നാണ് 8 കുറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ 50 എന്ന് പറയുന്ന ബേസിൽ നിന്നാണ് 8 കുറഞ്ഞിരിക്കുന്നത്.
ഇനി അതിനെ ശതമാനത്തിലോട്ട് കൺവേർട്ട് ചെയ്യുക പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 100 കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, 100 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 50 100 2 തവണ 2 × 8 എന്ന് പറയുമ്പോൾ 16% ആണ് അദ്ദേഹത്തിന്റെ സാലറി എന്ത് ചെയ്തിട്ടുണ്ടാവുക, കുറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ ഓക്കെ അപ്പൊ ഈ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.